ഹലോ ഡിയേഴ്സ്. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് വൈകിട്ടത്തേക്കുള്ള ജോലിയൊക്കെ തീർത്ത് വെക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ചെടി നനയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴത്തെ ചൂട് അത്രത്തോളമാണല്ലോ. ഒരു ദിവസം ചെടി നനച്ചില്ലെങ്കിൽ പിറ്റേന്ന് എല്ലാവരും കൂടി വാടി നിൽക്കും. എന്നുവെച്ചാൽ അവരുടെ മുഖത്ത് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഒരു ദിവസം പോലും നനക്കാതിരിക്കത്തില്ല, എല്ലാ ദിവസവും നനക്കും. അപ്പോൾ പെരയൊക്കെ തൂത്തിട്ടുണ്ട്, പെര തൂക്കണം. പിന്നെ ഞാൻ നനച്ചിട്ടേക്കുന്ന മുറ്റം നനച്ചിട്ടേക്കുന്നത് ഭയങ്കര പൊടിയാണ്. അപ്പോൾ അത് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെരയെല്ലാം തൂത്തതിന് ശേഷം ഞാൻ മുറ്റം തൂക്കാൻ പോവുകയാണ്. അപ്പോൾ മുറ്റം കുറച്ച് തൂത്തുകൊണ്ടിരുന്നപ്പോൾ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ മുറ്റം തൂത്തിട്ടുള്ള വീഡിയോ ആട്ടോ. ഇനി അടുത്ത് നമുക്ക് വിളക്ക് തേക്കണം. അപ്പോൾ വിളക്ക് ആപ്പാട് വല്ലാണ്ടായെന്ന് തോന്നിയാൽ തന്നെ ഞാനങ്ങ് തേച്ചേക്കും. അപ്പോൾ വിളക്ക് തേച്ചിട്ട് കത്തിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. അപ്പോൾ വിളക്ക് തേച്ച് വെച്ച സമയത്ത് എന്തായാലും അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്. ആ സമയത്ത് ഒരു ജോലിയോട് തീർത്തേക്കാം. അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അരച്ച് വെച്ചു. അരച്ചതിന് ശേഷം ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നേക്കുവാണ്. മേല് കഴുകിയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. കിണ്ടിയിലെ വെള്ളമൊക്കെ മാറ്റി പൂവെല്ലാം വെച്ച് വിളക്ക് തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരാൾ വന്നിട്ട് പറയുവാണ്, ചന്ദനത്തിന് ഞാൻ കത്തിച്ചോളാം അമ്മേ. കത്തിച്ചതിൻ്റെ ഒരു ഭാഗം, അതായത് അതിൻ്റെ ഒരു ഇച്ചിരി ആയപ്പോഴത്തേനും ഞാൻ വേണ്ട, ഇനി നീ കത്തിച്ചുകൊണ്ടിരിക്കണം, ഞാനത് കത്തിച്ചോളാം എന്ന് പറഞ്ഞ് കുത്തിവെച്ചു. അങ്ങനെ അതേ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുവാണ്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ട് പൂമ്പാറ്റേനെയും അമ്മേനെയും അവളുടെ അമ്മമ്മേനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമ്പലത്തിലേക്ക് ചെന്നു. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിരുന്നപ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ, ഞങ്ങളൊരു 7:45 ആയി ചെന്നപ്പോഴത്തേനും. അവിടെ ചെന്നപ്പോൾ കൈകൊട്ടി കളിക്കുള്ള പിള്ളേരൊക്കെ ഒരുങ്ങി റെഡിയാക്കി നിൽപ്പുണ്ട്. അങ്ങനെ കൈകൊട്ടി കളിയൊക്കെ തുടങ്ങി. 2 ഗ്രൂപ്പുകാരുടെ കൈകൊട്ടി കളിയുണ്ട്. ഓങ്കാരം ഗ്രൂപ്പിൻ്റെയും പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ശിവനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് ആ കുട്ടി തന്നെ പിന്നെ എന്താ പറയുക കൃഷ്ണനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം കഞ്ഞി. എന്തായാലും ഇന്നത്തെ കഞ്ഞിക്ക് ഒത്തിരി കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇച്ചിരി ഒരു മിച്ചം കണ്ടോ, അതെൻ്റെ കയ്യിൽ ഇച്ചിരി മണ്ണ് പറ്റിയതുകൊണ്ട് മാത്രം അധികം മിച്ചം വെച്ചില്ല. അത് ഞാൻ മിച്ചം വെച്ചേക്കത്തില്ലായിരുന്നു. സോയാബോൾ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ കടല കൊണ്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പം ഒത്തിരി പേര് കഞ്ഞി കുടിക്കാനുണ്ടായിരുന്നു, ഒത്തിരി കഞ്ഞി ഉണ്ടായിരുന്നു, ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്നവർക്ക് മാത്രം കുറച്ച് അച്ചാർ മാത്രമേ ഉണ്ടായിരുന്നു, എങ്കിലും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൈകൊട്ടിക്കളി മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നവരുടെ കൈകൊട്ടിക്കളി കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ, അതായത് എന്താണ് ഓങ്കാരം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ കൈകൊട്ടിക്കളിയാണ്. കൈകൊട്ടി കളഞ്ഞപ്പോഴത്തേനും സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പയ്യൻ സ്റ്റേജിൽ നല്ല തകർത്ത് കളിച്ചു, അവനാൽ കഴിയും വിധം തകർത്ത് കളിച്ചു. അത് കഴിഞ്ഞൊരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടി നല്ലോണം കളിച്ചു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ആണെങ്കിലോ എൻ്റെ ഇളയ ആൾക്ക് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. ഉറക്കം വരുന്നതുകൊണ്ടാണ്, അവളുമാരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നില്ല വീട്ടിൽ. അപ്പോൾ ഭയങ്കര നിർബന്ധവും കരച്ചിലുമായിരുന്നു. പിന്നെ ദേവുവിന് പിറ്റേന്ന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എങ്ങനെയെങ്കിലും പരിപാടി പെട്ടെന്ന് തീരണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 10:30 വരെ ഇരിക്കേണ്ടി വന്നു. 7:30-8 മണിക്കൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ് ദേവു. ഇളയാൾ പിന്നെയും താമസിച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് നടന്നു പോയി. പിന്നെ അതേ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.